ഹായ്. അപ്പോൾ നമ്മൾ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സിലെ അർജൻസി മെത്തേഡും പേ ബാക്ക് പീരീഡും ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. ഈ നോൺ ഡിസ്കൗണ്ടിങ് മെത്തേഡിൽ തന്നെ, അതായത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യാത്ത ഒരു മെത്തേഡും കൂടെ ഉണ്ട്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അതെന്താണെന്ന് പറയാം. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അതായത് ഇൻകത്തിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും റേഷ്യോ നോക്കുക. മൊത്തം ഇൻകം ഇത്രയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് 40,000 ആണ്, ഓരോ വർഷവും ഇത്ര ഇൻകമാണ്. അപ്പോൾ ഇൻകത്തിൻ്റെ ആവറേജ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവറേജ്, അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ കിട്ടും. ആ റേഷ്യോ കാൽക്കുലേഷനാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഇതാണ് ഫോർമുല: ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആവറേജ് ഇൻകം ചെയ്യാൻ മൊത്തം ഇൻകം ടോട്ടൽ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദ പ്രൊജക്റ്റ് ചെയ്താൽ മതി. മൊത്തം 24,000 ഡിവൈഡഡ് ബൈ 4 കൊല്ലമല്ലേ, അപ്പോൾ ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 6,000. അപ്പോൾ ആവറേജ് ഇൻകം കിട്ടി. ഇനി ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലേ, അതിൻ്റെ ആവറേജ്, അത് കാണാൻ ഈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാണാനുള്ള ഫോർമുല 40,000, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ 2 ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും സ്ക്രാപ്പ് വാല്യൂ, അതായത് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതൊരു 40,000 ഒരു മെഷീനാണ് വാങ്ങിയെന്ന് വിചാരിക്കുക ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്. അപ്പോൾ ഈ 4 കൊല്ലം റിട്ടേൺ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് 4ാമത്തെ കൊല്ലം നമ്മൾ ബിസിനസ് നിർത്തും എന്നാണ് അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ ഈ 40,000 മെഷീൻ തിരിച്ച് വിൽക്കൂലേ, വിറ്റാൽ അതിൽ നിന്ന് 40,000 മുഴുവൻ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു സ്ക്രാപ്പ് വാല്യൂ കിട്ടൂലേ, അതും കൂടെ കൺസിഡർ ചെയ്യണ്ടേ. അതാണ് സ്ക്രാപ്പ് വാല്യൂ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ സാൽവേജ് വാല്യൂ എന്നായിരിക്കും ചിലപ്പോൾ തരിക. അങ്ങനെ എന്തെങ്കിലും തരികയാണെങ്കിൽ 40,000 പ്ലസ് ആ വാല്യൂ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അതായത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർമുല ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ, ഇഫ് എനി, ഡിവൈഡഡ് ബൈ 2. ഇനി ഈ ബിസിനസ്സിൻ്റെ ഇടയിൽ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്തെങ്കിലും നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലോ അതും കാൽക്കുലേഷനിൽ വരണ്ടേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ പറയുകയാണെങ്കിൽ അതും കൂടെ ഇത് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യണം അഡീഷണൽ ക്യാപിറ്റൽ. നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം ആവറേജ് ഇൻകം കണ്ടു 6,000, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് 40,000 ഡിവൈഡഡ് ബൈ സ്ക്രാപ്പ് വാല്യൂ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് 40,000 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി, ദാറ്റ് ഈസ് 20,000. അപ്പോൾ ആവറേജ് ഇൻകം ഈസ് 6,000 ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് 40,000 divided by 2, that is 20,000 is equal to into 100 ചെയ്യണേ, നല്ല പെർസെൻറ്റേജിൽ കിട്ടുള്ളൂ, 30%. അപ്പം ഈ പ്രൊജക്റ്റിൻ്റെ ARR 30%. ഈ 2 പ്രൊജക്റ്റ് തരാണെങ്കിൽ എക്സ് വൈ എന്ന് പറഞ്ഞ് തരാണെങ്കിൽ രണ്ടിൻ്റെയും വേറെ വേറെ കണ്ടിട്ട് ഒന്ന് 30%ഉം രണ്ടാമത്തത് 25% കിട്ടിയെന്നുണ്ടെങ്കിൽ ഏത് സെലക്ട് ചെയ്യും, ഏത് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യും എന്നുള്ള ഡിസിഷൻ പറയും. കൂടുതൽ പെർസെൻറ്റേജ് റിട്ടേൺ റേഷ്യോ കൂടുതലുള്ളതല്ലേ സെലക്ട് ചെയ്യുക, അപ്പോൾ കൂടുതലുള്ളത് പറയാം. അപ്പോൾ ARRൻ്റെ ഫോർമുല ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആവറേജ് ഇൻകം കാണാനുള്ള ഫോർമുല ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദ പ്രൊജക്റ്റ്, എത്ര വർഷമാണ് പ്രൊജക്റ്റിൻ്റെ ലൈഫ് അത്. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാനാണെങ്കിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര തന്ന് അത് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ സാൽവേജ് വാല്യൂ എന്തെങ്കിലും തരാണെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 2 പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ തരാണെങ്കിൽ അതും കൂടെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്യാൻ. ARRൻ്റെ കാൽക്കുലേഷനിൽ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ്. അപ്പോൾ ഡിപ്രിസിയേഷനും ടാക്സും പെർസെൻറ്റേജ് തരാണെങ്കിൽ അത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇൻകമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് കഴിഞ്ഞു. നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് ഏതാണ്, ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് ഏതാണ്, അത്
മറന്നു പോകരുത്. ടൈം വാല്യൂ ഓഫ് മണി കാൽക്കുലേറ്റ് ചെയ്യാത്തത്, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇത് മൂന്നും കഴിഞ്ഞ് ഇനി ഡിസ്കൗണ്ടിങ് മെത്തേഡ്, അതായത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നത്. പൈസൻ്റെ അടുത്ത വർഷം 1,00,000 കിട്ടുകയാണെങ്കിൽ അത് ഇന്നത്തെ കണക്കിൽ എത്രയാണ് ആ 1,00,000ത്തിൻ്റെ വാല്യൂ, അതിൻ്റെ അടുത്ത വർഷം രണ്ടാമത്തെ വർഷം ഇപ്പോൾ 2000 അല്ലേ, 2020 അല്ലേ, അപ്പോൾ 2022 1,00,000 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇന്നത്തെ വാല്യൂ എത്രയാണ്. അങ്ങനെ ടൈം വാല്യൂ ഓഫ് മണി മാറുന്നതിനനുസരിച്ച് അതും കൂടി കൺസിഡർ ചെയ്യുന്നത് ടെക്നിക്സാണ് ഈ ഡിസ്കൗണ്ടിങ് മെത്തേഡ്സ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ജസ്റ്റ് പേ ബാക്ക് പീരീഡ് പോലെ തന്നെയാണ്. ഡിസ്കൗണ്ടഡ് എമൗണ്ട് ആണ് എടുക്കുന്നത്, അതായത് ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നതെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പേ ബാക്ക് പീരീഡിൻ്റെ സെയിം ആണ്. എത്ര വർഷം കൊണ്ട് തിരിച്ച് കിട്ടിയെന്ന് നോക്കുന്ന മെത്തേഡ് തന്നെയാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. ഇനി NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, അതും സിമ്പിളാണ് പറയാം. അതിന് മുന്നേ എന്താണ് ടൈം വാല്യൂ ഓഫ് മണീൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയാം. ഇനി അങ്ങോട്ടുള്ളതൊക്കെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതായത് ഒരു 100 രൂപ ഇന്ന് നമുക്ക് കിട്ടുന്നതും അടുത്ത വർഷം 110 രൂപ കിട്ടുന്നതും സെയിം ആണ്. അതായത് അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് 10% ആണെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് മാറും. 10% എടുക്കുന്നുണ്ടെങ്കിൽ 110 രൂപ അടുത്ത കൊല്ലം കിട്ടിയാലേ ഇന്നത്തെ 100 രൂപ ആവുകയുള്ളൂ. 121 രൂപ അതിൻ്റെ അടുത്ത കൊല്ലം രണ്ടാമത്തെ കൊല്ലം കിട്ടിയാലേ ഇന്ന് 100 രൂപ കിട്ടുന്നതും സെയിം ആണ്. ആ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള കാൽക്കുലേഷനാണ്. അപ്പോൾ 10% ആണോ, എത്ര 15% ആണോ, എത്ര % ആണെന്ന് ക്വസ്റ്റ്യനിൽ തരും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ 1 രൂപൻ്റെ അടുത്ത വർഷം എത്ര ആയിരിക്കും വാല്യൂ, 1 രൂപൻ്റെ അതിൻ്റെ അടുത്ത വർഷം എന്തായിരിക്കും വാല്യൂ എന്ന് 10% ആണെങ്കിൽ എത്ര, 15% ആണെങ്കിൽ എത്ര, ഇങ്ങനെ ഒരു ടേബിളിൽ ഉണ്ടാവും. ഇതാണ് ആ ടേബിൾ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1. ₹1ൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് കാണിക്കുന്നത്. അതായത് 1 റുപ്പീസ് അടുത്ത വർഷം 5% ഡിസ്കൗണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്ര, 6% ആണെങ്കിൽ എത്ര. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 10% ആണ് തരുന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ വർഷം 1 രൂപക്ക് 0.909 ആണ് വാല്യൂ. അപ്പം ഫസ്റ്റ് ഇയർ നമുക്ക് റിട്ടേൺ കിട്ടിയത് ഒരു 4,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 4,000നെ അടുത്ത വർഷം ഫസ്റ്റ് ഇയർ എത്ര ഇന്നത്തെ വാല്യൂ എന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 4,000 ഇൻറ്റു 0.909 ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വാല്യൂ ആയി. രണ്ടാമത്തെ വർഷം ആണെങ്കിൽ രണ്ടാമത്തെ വർഷം 3,000 റിട്ടേൺ കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 3,000 പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10% ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ 10% എത്ര വാല്യൂ അതിൻ്റെ അടുത്ത് ഇൻറ്റു ചെയ്യുക. തേർഡ് ഇയർ എത്ര വാല്യൂ അതിൻ്റെ അടുത്ത് തേർഡ് ഇയറത്തെ റിട്ടേൺ മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ ഈ ടേബിൾ യൂസ് ചെയ്യേണ്ടി വരാറില്ല. ഡയറക്റ്റ് തന്നെ തരും 10% എത്രയാണ് വാല്യൂ എന്ന്, അല്ലെങ്കിൽ 12% എത്രയാണ് വാല്യൂ എന്ന് ഓരോ വർഷത്തതും തരും. നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് തന്നതെന്ന് വിചാരിക്കേ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh ആണ്. ഓരോ വർഷവും ഇത്ര റിട്ടേൺസ് കിട്ടി, കാൽക്കുലേറ്റ് NPV എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ NPV കാണാൻ ആദ്യം എന്ത് ചെയ്യണം, ഓരോ എമൗണ്ടിനെയും ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇയർ ഈ വർഷം തന്നെയല്ലേ, ഇപ്പോൾ 2020 ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെയാണ്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം 0 ഇയർ ആണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കാം. അടുത്ത വർഷം 30,000 കിട്ടും. അപ്പോൾ 30,000ത്തിൻ്റെ 15% ഡിസ്കൗണ്ട് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയും. എത്ര % ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് പെർസെൻറ്റേജ് തരും. ഇവിടെ 15% ഈ ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ 15 ഫസ്റ്റ് ഇയറിൽ എത്രയെന്ന് ടേബിളിൽ നോക്കണം, അല്ലെങ്കിൽ ടേബിൾ ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഫസ്റ്റ് ഇയർ 15 ആണ് പറയുന്നത്. അപ്പോൾ മുഴുവനും ഈ കോളത്തിലാണ് നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഇയർ 15, ഓരോ സെക്കൻഡ് ഇയർ 4 കൊല്ലമല്ലേ മൊത്തം ഉള്ളത്. അപ്പോൾ ഓരോ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ നമ്മൾ ഇങ്ങോട്ട് 5 കൊല്ലമുള്ളത് ഇങ്ങോട്ട് എഴുതി വെക്കും. 0.870 ഇങ്ങോട്ട് എഴുതി വെച്ച് 0.870. സെക്കൻഡ് ഇയർ 1.646, തേർഡ് ഇയർ 2.283,
ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാമിന് ഡയറക്റ്റിന് തരാറുണ്ട്, അതുകൊണ്ട് അതൊരു നോക്കാൻ പഠിക്കാനുള്ള ബുദ്ധിമുട്ടില്ല. 3.352. അപ്പം ഓരോന്നിൻ്റെയും 1 രൂപ ആണെങ്കിൽ എത്രയെന്നുള്ളത് ഇവിടെ നമ്മൾ ടേബിൾ നോക്കി എഴുതി വെച്ചു. 15% ഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ. ഇനി 30,000 റുപ്പീസ് ആണെങ്കിൽ എത്രയെന്ന് കാണൽ എങ്ങനെയാണ്? 1 റുപ്പീസിൻ്റെ ആണ് ഇവിടെ കിട്ടിയത്. ഡിസ്കൗണ്ട് ഫാക്ടർ ടേബിൾ നോക്കി എഴുതി വെച്ചതായത് ഓരോ വർഷത്തതും. അപ്പോൾ 30,000 മൾട്ടിപ്ലൈഡ് ബൈ ഈ എമൗണ്ട് ചെയ്താൽ പ്രസൻറ്റ് വാല്യൂ 30,000 ഇന്നത്തെ വാല്യൂ ആയി. 40,000 ഇന്നത്തെ വാല്യൂ ആവണമെങ്കിൽ ഇതിൻ്റെ അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 40,000 മൂന്നാമത്തെ വർഷം കിട്ടുകയാണെങ്കിൽ അറിയാൻ ഇതിൻ്റെ അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ എമൗണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയ എമൗണ്ട് നേരെ എഴുതി. 30,000 ഇൻറ്റു 0.870, 40,000 ഇൻറ്റു 1.646, അങ്ങനെ ഓരോന്നും പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ഞാനിവിടെ എഴുതി വെച്ച്. അപ്പം നെറ്റ് പ്രസൻറ്റ് വാല്യൂ, അതായത് NPV കാണണമെങ്കിൽ ഓരോന്നിൻ്റെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ മൈനസ് എത്ര നമ്മൾ ഇനീഷ്യലി ഇട്ടു ചെയ്താൽ NPV ആയി. സിമ്പിൾ അല്ലേ? റിട്ടേണിൻ്റെ ടോട്ടൽ മൈനസ് ഔട്ട്ലേ, ഇൻലേൻ്റെ ടോട്ടൽ മൈനസ് ഔട്ട്ലേ ആണ് NPV. പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ 1 lakh ആണ് ആദ്യം ഇട്ടത്, മൈനസ് ചെയ്തു 14,730 കിട്ടി. ഇതാണ് NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. സിമ്പിൾ അല്ലേ? ഇപ്പോൾ 2 പ്രൊജക്റ്റ് തരാണെങ്കിൽ രണ്ടിൻ്റെയും ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഏതാണ് NPV കൂടുതൽ അത് സെലക്ട് ചെയ്യുക. ഇനി ഈ NPV കാണാൻ തന്നെ, പക്ഷേ ഇതിപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിം പ്രൊജക്റ്റ് എയിലും ബിയിലും 1 lakh ആണെങ്കിലല്ലേ, ഒരേ ലൈഫും ആണെങ്കിലല്ലേ നമുക്ക് ഏതാണ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഏതാ പ്രൊജക്റ്റ് എൻ്റെ ഓരോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh ആണ്. ഇൻഫ്ലോസ് എഴുതി, ആ ഇൻഫ്ലോസ് ഒക്കെ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി. അതേപോലെ പ്രൊജക്റ്റ് ബീൻ്റെതും എഴുതി, ടോട്ടൽ ചെയ്തു. 1 lakh മൈനസ് ചെയ്തു, 14,730 കിട്ടി. പ്രൊജക്റ്റ് ബീൻ്റെത് ഇതേപോലെ 1 lakh ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ചെയ്തു, 10,770 കിട്ടി. അപ്പോൾ നമുക്കറിയാം വി ക്യാൻ സെലക്ട് പ്രൊജക്റ്റ് എ എന്ന്, സിൻസ് ദ NPV ഈസ് ഹയർ ഇൻ പ്രൊജക്റ്റ് എ. ബട്ട് ഇനി വേറൊരു ക്വസ്റ്റ്യനിൽ ഇവിടെ ഈ പ്രൊജക്റ്റ് എയിൽ 1 lakhും പ്രൊജക്റ്റ് ബിയിൽ വേറൊരു 1,40,000 ആണെങ്കിൽ ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഏതാണ് നല്ലതെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ നോക്കിയിട്ട് കൂടുതൽ നോക്കിയിട്ട് ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റബിളി ഇൻഡെക്സ് മെത്തേഡ്, ഇതിനെ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്നും കൂടി പറയും. NPVയിൽ തന്നെ NPV കാണാൻ പറയുമ്പോൾ തന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 2 പ്രൊജക്റ്റിൻ്റെയും ഡിഫറെൻ്റ് ആണെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കോസ്റ്റ് റേഷ്യോ കാണാൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഇപ്പം ഈ എക്സാമ്പിൾ നോക്കാം. പ്രൊജക്റ്റ് എക്സിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 50,000 ആണ്. പ്രൊജക്റ്റ് വൈയിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh ആണ്. പ്രൊജക്റ്റ് എക്സിൻ്റെ ടോട്ടൽ ഇൻഫ്ലോ എത്ര മൊത്തം കിട്ടിയ ഇൻഫ്ലോ 60,000 ആണ്. പ്രൊജക്റ്റ് വൈയിൽ 1,12,000 ആണ്. അപ്പോൾ ബെനിഫിറ്റ്സ് കോസ്റ്റ് റേഷ്യോ കാണാൻ 60,000, അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റ് എടുക്കാനുള്ള കോസ്റ്റ്. 60,000 divided by 50,000, that is 1.20. 1,12,000 divided by 1 lakh, that is 1.12. അപ്പോൾ as the profitability index of project X is more than that of Y, it can be considered is better than project Y. ഇനി ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR, നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൽ നമ്മൾ എങ്ങനെയായിരുന്നു 10%, 15% എന്നൊക്കെ ഡിസ്കൗണ്ടിങ് റേറ്റ് ആദ്യം പ്രീ ഡിറ്റർമിൻഡ് ആണ് അല്ലേ. എന്നാൽ പ്രീ ഡിറ്റർമിൻഡ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പ്രീ ഡിറ്റർമിൻഡ് ആക്കാതെ
ഈ പ്രൊജക്റ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേണും കൂടി കൺസിഡർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് IRR മെത്തേഡ്. അതിൽ നമ്മൾ ഈ ഡിസ്കൗണ്ടിങ് റേറ്റ് അഥവാ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് നമ്മൾ തന്നെ ഓരോന്ന് ഇട്ട് നോക്കിയിട്ട് അസ്യൂം ചെയ്യണം. അതിന് PV ഫാക്ടർ കാണാനുള്ള ഫോമുലയും പഠിക്കണം, ഇൻ്റർപോലേഷൻ ഫോമുലയും പഠിക്കണം. PV ഫാക്ടർ കാണാനുള്ള ഫോമുല ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം ആണ്, എല്ലാ വർഷവും 10,000 അങ്ങനെ സെയിം ആണെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ചെയ്താൽ മതി. ഡിഫറെൻറ്റ് ഇൻഫ്ലോ ആണെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോൻ്റെ ആവറേജ് എടുക്കണം, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോൻ്റെ ആവറേജ് എടുക്കണം. പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലത്തിൽ ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് IRR ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാണാൻ പറയുന്നുണ്ട്. ഇനീഷ്യൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഓരോ വർഷമുള്ള ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. ഇതിൽ ഓരോ വർഷവും ഡിഫറെൻറ്റ് ഇൻഫ്ലോസ് ആണ്. അപ്പോൾ ആദ്യം PV ഫാക്ടർ കാണാൻ സെയിം ഇൻഫ്ലോ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി. കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഏതാണ് എമൗണ്ട് അതെടുക്കുക, എല്ലാം ഒരേ എമൗണ്ട് ആണെങ്കിൽ. ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആദ്യം ഇതിൻ്റെ ആവറേജ് കാണാം. അപ്പോൾ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് 4, അപ്പോൾ 7,000 കിട്ടി. ഇനി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 22,000 ഡിവൈഡഡ് ബൈ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ ദാറ്റ് ഈസ് 3.14 കിട്ടി. അപ്പോൾ PV ഫാക്ടർ കിട്ടി. PV ഫാക്ടർ 3.14 ആണ്. അപ്പോൾ ഈ 3.14 NUT ടേബിളിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഇത് പേഴ്സൻറ്റേജും ഇയറും നമുക്കറിയാം, എന്നിട്ട് റേറ്റാണ് നോക്കുക. അത് നേരെ തിരിച്ച് 3.14 ഇവിടെ എവിടെയാണ് വരുന്നതെന്നാണ് നോക്കുക. കാരണം ഡിസ്കൗണ്ടിങ് റേറ്റ് തന്നിട്ടില്ല IRRൽ, അത് നമ്മൾ കാണണം. 3.14 കറക്റ്റ് ഇല്ലെങ്കിൽ ഏകദേശം 3.14 അടുത്തുള്ള നിയറസ്റ്റ് എമൗണ്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. 3.14 ഇല്ല, 3.170 ഉണ്ട് അല്ലേ. 3.170 4 വർഷം തന്നെയാണ്. അപ്പോൾ 12%ലാണ് 10%ലാണ് 3.170 ഉള്ളത് അല്ലേ. അപ്പോൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10% ആയിട്ട് ഇതൊക്കെ എടുത്തിട്ട് ഈ ഓരോ വർഷം 4 വർഷമല്ലേ തന്നത്, അപ്പോൾ 4 വർഷത്തെ ഓരോ ഇൻഫ്ലോ 10% എടുത്തിട്ട് ആ ഓരോ വർഷത്തെ എമൗണ്ടിൻ്റെ അടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10%ൽ ചെയ്യുക ആദ്യം. അപ്പോൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10% എടുത്തിട്ട് ഈ തന്ന 12,000 4,000 2,000 10,000 എഴുതി ഓരോന്നും 10%ൻ്റെ വാല്യൂവിലെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓരോ ഇയർത്തെയും 10%ൻ്റെ വാല്യൂവിൻ്റെ അടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് സാധാരണ പോലെ ഇനീഷ്യൽ എമൗണ്ട് അതായത് 22,000 ഇതിൻ്റെ ടോട്ടലിൻ്റെ അടുത്ത് നിന്ന് മൈനസ് ചെയ്തു. അപ്പോൾ ഒരു പോസിറ്റീവ് എമൗണ്ടാണ് കിട്ടിയത് 544. ഇനി എന്ത് ചെയ്യുക, പോസിറ്റീവ് എമൗണ്ട് ആണെങ്കിൽ ഹയർ റേറ്റിലേക്കും എടുക്കുക, നെഗറ്റീവ് എമൗണ്ട് ആണെങ്കിൽ താഴേലേക്കും എടുക്കുക. അതായത് നമുക്ക് 10%, 15% അല്ലെങ്കിൽ 10%, 8% അങ്ങനെ 2 റേറ്റ് കിട്ടണം. രണ്ടിൻ്റെയും ഇടയിലുള്ളത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10% ആണ് ചെയ്തപ്പോൾ പോസിറ്റീവ് എമൗണ്ട് കിട്ടിയത് കൊണ്ട് അതിനേക്കാളും 10%-നേക്കാളും മേലുള്ള റേറ്റ് ടേബിളിൽ എത്രയാണ് അതെടുക്കുക. ഇത് അഥവാ നെഗറ്റീവാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ 10-നേക്കാളും താഴെയുള്ളതാണ് എടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ മേലെ പോസിറ്റീവ് എമൗണ്ട് ആയതുകൊണ്ട് മേലുള്ളത്, അതായത് 10% ചെയ്തപ്പോൾ പോസിറ്റീവ് എമൗണ്ട് പ്ലസ് 544 കിട്ടിയതുകൊണ്ട് മുന്നോട്ടെടുക്കുക. നെഗറ്റീവാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ബാക്കോട്ടാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 12% എടുത്തിട്ട് ഇതേപോലെ ചെയ്യുക. ഈ വാല്യൂസ് എടുത്തിട്ട് ഇതേപോലെ ചെയ്യുക. 12% എടുത്തിട്ട് ഈ എമൗണ്ട്സൊക്കെ 4,000 2,000 10,000 എഴുതി ഡിസ്കൗണ്ട് ഫാക്ടർ 12%ലുള്ള ഓരോ വർഷത്തെയും 4 വർഷവും എഴുതി. എന്നിട്ട് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്തു. PV ഫാക്ടർ അതായത് പ്രസൻറ്റ് വാല്യൂ കിട്ടി. എന്നിട്ട് ഇനീഷ്യൽ എമൗണ്ട് ഈ 22,000 മൈനസ് ചെയ്തു. അപ്പോൾ നെഗറ്റീവ് -312 കിട്ടി. അപ്പോൾ 10%-ൻ്റെയും 10%-ൻ്റെയും 12%-ൻ്റെയും ഇടയിൽ എവിടെയോ ആണ് IRR
ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദസ് IRR ലൈസ് ബിറ്റ്വീൻ 10% ആൻഡ് 12%. അപ്പോൾ ദ ആക്ച്വൽ IRR കാണാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ഇൻ്റർപൊലേഷൻ ഫോർമുല. ഇതാണ് ഇൻ്റർപൊലേഷൻ ഫോർമുല. L + P1 - Q / P1 - P2 × H - L. ഇൻ്റർപൊലേഷൻ ഫോർമുല ഇങ്ങനെ ചെയ്യുന്ന പകരം ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. പോസിറ്റീവ് NPV ബൈ പോസിറ്റീവ് NPV പ്ലസ് നെഗറ്റീവ് NPV × H - C. കാരണം നമ്മൾ ഏതായാലും ഇവിടെ NPV കാണുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ തന്നെ വീണ്ടും എഴുതാതെ ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ പോസിറ്റീവ് NPV ഏതാണ്? L ഏതാണ്? ലോവർ റേറ്റ്, ദാറ്റ് ഈസ് 10%. ആൻഡ് പോസിറ്റീവ് NPV ഈസ് 544 plus positive divided by positive NPV plus negative NPV is 312. ഇവിടെ നെഗറ്റീവ് ഒന്നും ഇടണ്ട കേട്ടോ. ഇൻറ്റു H - L. H എന്ന് പറഞ്ഞാൽ ഹയർ റേറ്റ്. 12% അല്ലേ? 12% മൈനസ് ലോവർ റേറ്റ് 10%. 10 പ്ലസ് 544 divided by 544 plus 312 is 856 into 12 minus 10 is 2 ini equal to 10 plus 544 divided by 856 is 0.635 into 2. ഇനി അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അഡീഷൻ ചെയ്യാം. 0.635 ഇൻറ്റു 0.635 ഇൻറ്റു 12 ഈസ് 1.27 പ്ലസ് 10 ദാറ്റ് ഈസ് 11.27%. ഇതാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ 11.27%. അപ്പോൾ എല്ലാ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. എന്നാലും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് വേണം. എന്നാലേ ചെറിയ ചെറിയ ട്വിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ടാക്സ്, ഡിപ്രിസിയേഷൻ ഇതൊക്കെ തരുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ ചെയ്ത് വേണം പഠിക്കാൻ. ടാക്സ് പ്രോഫിറ്റിൻ്റെ മേലെയാണ്, ഡിപ്രിസിയേഷൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേലെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.